ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വലിയ നോമ്പിന്റെ 30-ാം ദിനത്തിൽ നാം ചിന്തിക്കുന്ന വിഷയം ക്രിസ്തു കരുണയുടെ സങ്കേതം, ക്രൈസ്റ്റ് ദ അഡോബ് ഓഫ് മേഴ്സി. അതിനാധാരമായ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യേശു കർത്താവ് സൗഖ്യമാക്കിയ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യന്റെ ജീവിതം പറയുന്ന ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിന് ആധാരം. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ജീവിതത്തിന്റെ ഒരു നല്ല സമയവും വെള്ളത്തിന്റെ ഇളക്കവും കുളത്തിന്റെ ശാന്തതയും നിലവിളികളും സൗഖ്യം ലഭിച്ചിട്ട് നടന്നകലുന്നവരുടെ സന്തോഷവും ഒക്കെയായി ജീവിച്ചു എന്ന് പറയുവാൻ കഴിയുമോ എന്ന് സംശയം തോന്നുന്ന ഒരു ജീവിതം. എന്നാൽ ഒറ്റ വാചകത്തിൽ അവന്റെ ഇന്നത്തെ അനുഭവത്തെ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം. യേശു സന്ദർശിക്കുകയും യേശുവിനെ അനുഭവിച്ചറിയുകയും ചെയ്ത ജീവിച്ചു തുടങ്ങുന്ന ഒരുവൻ. ഈ ഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നത് ഇനിയാണ്. ഒരു ദൈവാനുഭവത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ അവനോടും അവന് ലഭിച്ച സൗഖ്യത്തോടും അസ്വസ്ഥമാകുന്ന ചിലർ. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശുവിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെട്ടവരിൽ ഒന്നാമൻ ഇവനാകാം. കാരണം നിസ്സാരമാണ്, യേശു അവനെ സന്ദർശിച്ചു. ഇന്ന് പലയിടങ്ങളിലും പലരെയും അസ്വസ്ഥമാക്കുന്നതും ഇതുതന്നെയാണല്ലോ. ആയതിനാൽ നമ്മുടെ മനസ്സിൽ ഒരു 3 ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ നമ്മെ അസ്വസ്ഥമാക്കാതിരിക്കട്ടെ. Let us not be disturbed while God intervenes with others' life. രക്ഷ സർവത്രികമാണെന്നും തന്നെ അന്വേഷിക്കുന്നവരെ തേടി വരുന്നതാണ് ദൈവസ്നേഹം എന്നും നാം തിരിച്ചറിയുന്നതിനോടൊപ്പം പരിസരങ്ങളോടും പറയണം, Salvation is universal. God's love will draw all to it. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് പ്രത്യാശയും ബലവും നൽകുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. It is the assurance that God is with us that gives us the courage to face any adversity. സുവിശേഷം ഇനിയും തളിരിടേണ്ടുന്ന നിലങ്ങളിൽ ക്രിസ്തുവിനെ ധൈര്യപൂർവം പകരുവാൻ നമ്മുടെ അധ്വാനങ്ങൾക്ക് സാധിക്കണം. ക്രിസ്തു പകരപ്പെടുമ്പോൾ മറുവശത്ത് വർദ്ധിക്കുന്ന പ്രകോപനപരമായ തടസ്സങ്ങളെ മറികടക്കുവാൻ നാം ആരെ ഉപനിധിയാക്കുന്നു എന്ന ബോധ്യം അനിവാര്യമാണ്. ഇനിയും സൗഖ്യമാക്കേണ്ടുന്ന വെറുപ്പിന്റെ വർത്തമാനം ജീവിതചര്യ ആക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന നമുക്ക് തുടങ്ങാം. അവരും സൗഖ്യമാക്കപ്പെടും. ദൈവാനുഭവം അവരെയും സന്ദർശിക്കട്ടെ. ആമീൻ.